ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഒരിക്കൽ കൂടി നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. യുദ്ധവും സമാധാനമൊന്നുമല്ല. നമുക്ക് ഇന്ന് അമേരിക്കയും ചൈനയും തമ്മിലുള്ള സാമ്പത്തിക അന്തരങ്ങളെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള ചില ഡേറ്റ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചെറിയ വിശകലനമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അത് ഒരു ദശാബ്ദത്തിന് മുമ്പ് വരെ ലോകത്തിലെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് പഠനം നടത്തുന്ന എക്കണോമിസ്റ്റുകൾ തനതത്വശാസ്ത്രജ്ഞന്മാരൊക്കെ തന്നെ ചൈന ഒരുപക്ഷെ അടുത്തൊരു ദശാബ്ദത്തിനുള്ളിൽ, നമ്മളിപ്പോൾ പറയുന്ന ഒരു 2015 കാലഘട്ടം മുതൽ, പ്രത്യേകിച്ച് അതിനു മുമ്പ് തന്നെ ഇതുപോലുള്ള സ്റ്റഡികളൊക്കെ നടക്കുന്നുണ്ട്, എന്നാലും 2015 മുതൽ നമ്മളെടുത്ത് നോക്കുന്നത് കഴിഞ്ഞൊരു ദശാബ്ദ കാലഘട്ടത്തിനുള്ളിൽ ഒരുപക്ഷെ ചൈന അമേരിക്ക 2030 കൂടി സാമ്പത്തിക വളർച്ചയിൽ ഓവർകം ചെയ്യും. ചില എക്കണോമിസ്റ്റുകൾ 2035 ആകുമ്പോഴത്തേക്ക് ചൈന ലോകത്തിലെ നമ്പർ 1 എക്കോണമിയായി മാറും എന്നൊക്കെയുള്ളൊരു പഠനങ്ങളും വിശകലനങ്ങളും ചർച്ചകളും ഒക്കെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മളിപ്പോൾ 2026 ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏകദേശം ട്രെൻഡുകൾ പരിശോധിക്കുമ്പോൾ, ട്രെൻഡ് എന്ന് പറയുമ്പോൾ IMFൻ്റെ പഠനത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളീ പറയുന്നത്. ഈ പറഞ്ഞ 2030 അല്ലെങ്കിൽ 2035 ആകുമ്പോഴോ ചൈനയ്ക്ക് അമേരിക്കയെ ഓവർകം ചെയ്യാൻ സാധിക്കത്തില്ല. അതിന് പകരം ചൈന ഇപ്പോൾ തീർച്ചയായിട്ടും സ്ലോ ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുന്ന, എന്നുവെച്ചാൽ അവരുടെ സമ്പദ് വ്യവസ്ഥ വളരെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് IMFൻ്റെ പഠനങ്ങൾ പറയുന്നത്. അതായത് 2026 അവരുടെ വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്ക് പുറത്തുവിട്ടപ്പോൾ ആ റിപ്പോർട്ടിലാണ് അവർ ഈ പറഞ്ഞ ഒരു ചൈന അമേരിക്ക സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ചില കമ്പാരിസൺസ്, അല്ലെങ്കിൽ എത്രത്തോളം ചൈനയ്ക്ക് അമേരിക്കയുമായിട്ടുള്ള സാമ്പത്തിക മത്സരത്തിൽ ചൈന അമേരിക്കയ്ക്കൊപ്പം അല്ലെങ്കിൽ അമേരിക്കയോട് അടുത്തുകൊണ്ടിരിക്കുകയാണോ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ചൈന ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നേട്ടങ്ങൾ, ഗെയിൻസ്, അല്ലെങ്കിൽ അമേരിക്ക ഈ സമീപഭാവിയിൽ ചൈന സാമ്പത്തികമായിട്ട് ഓവർകം ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു പഠനത്തിൻ്റെ അത് ഈ രണ്ട് രാജ്യങ്ങളെക്കുറിച്ച് മാത്രമല്ല, ഗ്ലോബൽ എക്കോണമിയെക്കുറിച്ചുള്ള മൊത്തം റിപ്പോർട്ടിൻ്റെ ബേസിലാണ് അതിനകത്തിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് രാജ്യങ്ങളെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ 2026 ഗ്ലോബൽ എക്കോണമി ടോട്ടലായിട്ട് $124 ട്രില്യൺ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ക്രോസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. $124 ട്രില്യൺ എന്നുവെച്ചാൽ ഗ്ലോബൽ എക്കോണമി മൊത്തമായിട്ട്, എന്നുവെച്ചാൽ നമ്മുടെ ഇന്ന് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെയും UN-ലുള്ള എല്ലാ രാജ്യങ്ങളും ഏകദേശം 190-ൽ പരം രാജ്യങ്ങൾ, 200-നടുത്തോളം വരുന്ന രാജ്യങ്ങളുടെ എല്ലാം തന്നെ ഗ്ലോബൽ എക്കോണമി നമ്മൾ കമ്പൈൻഡ് ആയിട്ട് നോക്കുമ്പോൾ മൊത്തം കൂടെ $124 ട്രില്യൺ US ഡോളർ, $124 ട്രില്യൺ അല്ലെങ്കിൽ $124 ട്രില്യൺ എക്കോണമി ഗ്ലോബലി ആയിട്ടുണ്ട്, ക്രോസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. ഏകദേശം കഴിഞ്ഞ 12 മാസം $6.6 ട്രില്യൺ മാത്രം ഒരു ഇക്കണോമിക് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ലോകത്തിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അതിനകത്തിലെ മുൻപന്തിയിൽ നിൽക്കുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം അമേരിക്ക തന്നെയാണ്. എല്ലാ മെട്രിക്സും അല്ലെങ്കിൽ എല്ലാ മെഷേഴ്സും നമ്മളെടുത്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം എടുത്ത് നോക്കുമ്പോൾ അമേരിക്ക തന്നെയാണ് ഇപ്പോഴും സുപ്പീരിയറായിട്ട് നിൽക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ കഴിഞ്ഞ 12 മാസം $6.6 ട്രില്യൺ ഇക്കണോമിക് ഔട്ട്പുട്ട് അല്ലെങ്കിൽ GDP ലോകരാജ്യങ്ങൾ ഉണ്ടാക്കിയെടുത്തു, അല്ലെങ്കിൽ ഗ്ലോബൽ എക്കോണമിയിൽ ഉണ്ടായി എന്നും ടോട്ടൽ എക്കോണമി $124 ട്രില്യൺ ഉണ്ടെന്നും IMF പറയുന്നുണ്ട്. ഒരു ദിവസം $340 ബില്യൺ ഇക്കണോമിക് ഔട്ട്പുട്ട് ലോകത്ത് ഈ പറഞ്ഞ കഴിഞ്ഞ വർഷം 2026 വരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് വരെയാണ് പറയുന്നത്. ഒരുപക്ഷെ 2026 മാർച്ച് വരെയുള്ള റിപ്പോർട്ടായിരിക്കും അത്. അപ്പോൾ അതനുസരിച്ച് ഒരു ദിവസം ഗ്ലോബൽ എക്കോണമി ഏകദേശം $340 ബില്യൺ ഇക്കണോമിക് ഔട്ട്പുട്ട് അല്ലെങ്കിൽ GDP ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്തിലെല്ലാം ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്ന അമേരിക്ക തന്നെയാണ്. അപ്പോൾ അമേരിക്കയും ചൈനയും തമ്മിലുള്ള കമ്പാരറ്റീവ് സ്റ്റഡീസിലെല്ലാം തന്നെ ചൈന എപ്പോൾ അമേരിക്ക ഓവർകം ചെയ്യുന്നൊക്കെ നമ്മൾ ചോദിക്കുകയും, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡിബേറ്റ്സും സ്റ്റഡീസും റിസർച്ചും ഒക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അമേരിക്കയും ഇപ്പോഴും സ്റ്റിൽ അമേരിക്ക തന്നെയാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡുകൾ അല്ലെങ്കിൽ ഇൻഡിക്കേഷൻസും ഒക്കെ തന്നെ ചൈനയ്ക്ക് അനുകൂലമല്ല, അല്ലെങ്കിൽ വളരെ സമീപ ഭാവിയിലൊന്നും ചൈനയ്ക്ക് അമേരിക്കയെ സാമ്പത്തികമായിട്ടും ഓവർകം ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ളൊരു വസ്തുതാപരമായിട്ടുള്ള അല്ലെങ്കിൽ ഡാറ്റാ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പഠനം അല്ലെങ്കിൽ റിപ്പോർട്ടാണ് IMFൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. നമുക്കറിയാം അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയുമായി നമ്മൾ പറയുമ്പോൾ അമേരിക്കയുടെ GDP എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ 2026 ഈ ഏകദേശം മാർച്ച് വരെ ഉള്ളതെന്ന് നമുക്ക് കരുതാം.
$32.38 ട്രില്യൺ എക്കോണമിയായിട്ട് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഏറ്റവും ശക്തിയുള്ളൊരു രാജ്യമായിട്ട് അമേരിക്ക ഒന്നാം സ്ഥാനത്താണ്. അത് ചൈന, ജർമ്മനി, ജപ്പാൻ ഈ 3 രാജ്യങ്ങളുടെ GDP നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെയും അതിനേക്കാളും മുൻപിലാണ് അമേരിക്ക ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. 2ാമത്തെ എക്കോണമി ചൈനയാണ്, 3ാമത്തെ ജർമ്മനിയാണ്, 4ാമത്തെ ജപ്പാനാണ് ആക്ച്വലി. അപ്പോൾ ചൈനയുടെ എക്കോണമി എന്ന് പറഞ്ഞാൽ $20.9 ട്രില്യൺ ലേറ്റസ്റ്റ് കണക്കനുസരിച്ചിട്ട് IMFൻ്റെ. ജർമ്മനിയുടെ $4.7 ട്രില്യൺ, ജപ്പാൻ്റെ $4.4 ട്രില്യൺ. ഇതെല്ലാം കൂടെ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഈ 3 രാജ്യങ്ങളുടെയും കൂടെ GDP കണക്ക് കൂട്ടുമ്പോൾ അത് ഏകദേശം കമ്പൈൻഡായിട്ട് $30 ട്രില്യൺ GDP മാത്രമേ എന്നുള്ളൂ. അമേരിക്കയുടെ $32.3 ട്രില്യൺ. അപ്പോൾ ഈ 2, 3, 4 സ്ഥാനത്തിരിക്കുന്ന ഈ വളരെ പവർഫുള്ളായിട്ടുള്ള ഈ രാജ്യങ്ങളുടെ GDP കമ്പൈൻ ചെയ്തതിൽ പോലും അമേരിക്ക ഇതുവരെ അത് മറികടക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അമേരിക്കയുടെ GDP $32.38 ട്രില്യൺ. ഈ പറഞ്ഞ 3 രാജ്യങ്ങളുടെ ചൈന ഉൾപ്പെടെയുള്ള ചൈന, ജർമ്മനി, ജപ്പാൻ ഈ 3 രാജ്യങ്ങളുടെ GDP $30 ട്രില്യൺ. അപ്പോൾ ഇതിനകത്ത് തന്നെ ഈ അന്തരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏകദേശം $32.38 ട്രില്യനും 30 ട്രില്യൺ തമ്മിൽ എടുത്തു നോക്കുമ്പോൾ തന്നെ ഒരു $2.38 ട്രില്യൺ വ്യത്യാസം തന്നെ ഈ 3 രാജ്യങ്ങളുടെ കമ്പൈൻ GDPയും അമേരിക്കയുടെ മാത്രം GDPയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇനിയും ചൈനയും US തമ്മിൽ ഏകദേശം $11.5 ട്രില്യൺ GDPയിലുള്ള വ്യത്യാസമുണ്ട്. 11.5 ട്രില്യൺ എന്ന് പറയുമ്പം അത് ജർമ്മനിയുടെയും ജപ്പാൻ്റെയും നമ്മൾ GDP എടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ ജർമ്മനിയുടെ 4.7 പറഞ്ഞു, ജപ്പാൻ്റെ 4.4 പറഞ്ഞു. അപ്പോൾ ഈ 2 രാജ്യങ്ങളുടെ GDP എടുത്ത് നോക്കുമ്പോൾ അതിനേക്കാളും മുകളിലുള്ള ഒരു അന്തരം ഈ അമേരിക്കയും ചൈനയും തമ്മിൽ GDPയിലെ സമ്പദ് വ്യവസ്ഥയിൽ വ്യത്യാസമുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു വൈഡനിങ് ഗ്യാപ്പ് ഈ പ്രസൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു സമയത്തും നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ചൈന അമേരിക്കയിൽ നിന്ന് ഒത്തിരി പുറകിലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ദശാബ്ദത്തിന് മുമ്പ് വരെ ഈ പറഞ്ഞ എക്കണോമിസ്റ്റ് അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തുന്ന ആൾക്കാരൊക്കെ തന്നെ പ്രഡിക്റ്റ് ചെയ്തതിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. 2030 കൂടി എന്ന് ചിലർ പറഞ്ഞു. 2035 ആകുമ്പോഴത്തേക്ക് അമേരിക്കയെ ചൈനയ്ക്ക് മറികടന്ന് ലോകത്തിലെ 1ാമത്തെ സമ്പദ് വ്യവസ്ഥയാകാൻ സാധിക്കും എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ അത് നമുക്കിപ്പോഴത്തെ പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു കോവിഡ് ടൈം മുതൽ ഇങ്ങോട്ട് ചൈനയുടെ ശനിദശ ആരംഭിച്ചിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു കൃത്യമായിട്ടുള്ളൊരു പിക്ചർ നമ്മുടെ മുമ്പിലുണ്ട്. എന്നുവെച്ചാൽ ഒരു കഴിഞ്ഞ 2 ദശാബ്ദ കാലങ്ങളായിട്ട് വളരെ മാസീവ് ഇൻക്രെഡിബിളായിട്ടുള്ള ഒരു ആവറേജ് 10ന് മുകളിൽ ഇക്കണോമിക് ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിച്ചിരുന്ന ചൈനയിലെ ഇപ്പോഴത്തെ സാമ്പത്തിക വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി താഴേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ ചൈനയുടെ അമേരിക്കൻ തമ്മിലുള്ള ഗ്യാപ്പ് നാരോ ആകുന്നു എന്ന് മാത്രമല്ല, അത് വൈഡനും ചെയ്യുന്നുണ്ട് ശരിക്കും. അപ്പോൾ അത് തീർച്ചയായിട്ടും ചൈനയെ സംബന്ധിച്ച് വളരെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. കാരണം അവരുടെ പ്രോജക്റ്റ് 2047 എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ പറയുന്നത് 2047 ആകുമ്പോഴത്തേക്ക് എന്ന് വെച്ചാൽ ചൈന ഫോം ചെയ്ത് 100 വർഷം ആകുമ്പോഴത്തേക്ക് അമേരിക്കയെ മറികടന്ന് ലോകത്തിലെ 1ാമത്തെ പവർഫുള്ളായിട്ടുള്ള രാജ്യമാകുക എന്നുള്ളൊരു അവരുടെ ഈ 100 ഇയർ മാരത്തോൺ അങ്ങനെ ഒരു ബുക്കുണ്ട്. 100 വർഷത്തെ മാരത്തോൺ എന്ന് വെച്ചാൽ 100 വർഷം കൊണ്ട് ഓടി അമേരിക്കയെ മറികടന്ന് 1ാം സ്ഥാനത്തെത്തുക എന്നുള്ള അവരുടെ വലിയൊരു ലോങ് ടൈം വിഷൻ അല്ലെങ്കിൽ ലോങ് ടൈം അംബീഷൻ എത്രത്തോളം സാധിച്ചെടുക്കാൻ പറ്റും എന്ന് നമുക്ക് ഇതിനകത്തിൽ കൂടെ ഇപ്പോൾ ഉള്ളത് നമുക്കെന്ന് പറഞ്ഞാൽ ചൈനയ്ക്ക് ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടാക്കിയിരുന്ന കാര്യമാണ്. അപ്പോൾ ചൈനയുടെ ഗ്രോത്ത് സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ട്. കാരണം അവരുടെ പ്രോപ്പർട്ടി സെക്ടറെല്ലാം തന്നെ എന്ന് വെച്ചാൽ റിയൽ എസ്റ്റേറ്റ് സെക്ടറെല്ലാം തന്നെ ടോട്ടലി ക്രാഷ്ഡ് ആയിട്ടുണ്ട്. പിന്നെ അവരുടെ എക്സ്പോർട്ട് മാർക്കറ്റ് ട്രംപ് വന്ന് ഈ പറഞ്ഞ എന്താണ് പറയുന്നത് ടാരിഫ് ഏർപ്പെടുത്തിയതിന് ശേഷം അവരുടെ എക്സ്പോർട്ട് മാർക്കറ്റ് മൊത്തവും കൊളാപ്സ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അവരെ ആശങ്കപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ 2 കാര്യങ്ങൾ, ഈ എക്സ്പോർട്ട് മാർക്കറ്റ് ടാരിഫൊക്കെ തന്നെ വേണമെങ്കിൽ അമേരിക്കയുമായിട്ട് പ്രസിഡന്റ് ട്രംപുമായിട്ട് ചർച്ച നടത്തുന്നതിനകത്ത് വേണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിഹാരങ്ങൾ കാണുവാൻ സാധിക്കുമായിരിക്കും. അതുപോലെ തന്നെ പ്രോപ്പർട്ടി മാർക്കറ്റിലും ഒക്കെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള സൊല്യൂഷൻസ് ചൈനയ്ക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പക്ഷേ അവരെ ആശങ്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവർക്ക് വളരെയധികം തലവേദന കൊടുക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ. എന്ന് വെച്ചാൽ
അവിടുത്തെ തൊഴിലാളികളുടെ പ്രായം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ഏറ്റവും പ്രധാനപ്പെട്ട, കാരണം അതിനകത്തിൽ പ്രത്യേകിച്ച് അവർക്ക് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം നമുക്കറിയാം ചൈനയുടെ ഏറ്റവും വലിയൊരു അട്രാക്റ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീപ്പ് ലേബറായിരുന്നു. ഈ ചീപ്പ് ലേബർ എന്ന് പറയുമ്പം വളരെ യങ്ങായിട്ടുള്ള ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു പോപ്പുലേഷൻ അവർക്ക് ഉണ്ടായിരുന്നു. ഇപ്പോഴത് പൂർണ്ണമായിട്ട് അവരുടെ ആ ഒരു അഡ്വാൻറ്റേജ് ചൈനയ്ക്കായുള്ളൊരു എഡ്ജ് മാറിയിട്ടില്ല. കാരണം ഇപ്പോഴും ചൈന തന്നെയാണ് ലോകത്തിലെ മാനുഫാക്ചറിങ് ഹബ്ബ്, മാനുഫാക്ചറിങ് സൂപ്പർ പവറും ചൈന തന്നെയാണ്. ആ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഈ ഒരു എഡ്ജ് അവർക്ക് തീർച്ചയായിട്ടും കുറേ കാലങ്ങളോട് അവർക്കതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ തീർച്ചയായിട്ടും നമുക്ക് അതിനകത്തിൽ ഈ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രക്ചറലായിട്ടുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മാറ്റങ്ങൾ നമുക്കറിയാം തീർച്ചയായിട്ടും തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഈ റിവേഴ്സ് ചെയ്യാൻ സാധിക്കത്തില്ല. പിന്നെ അതിൻ്റെ ഒരു സൈക്കിളുണ്ട്. ആ സൈക്കിളിനെ അതിന് മറികടക്കുക എന്നുള്ളത് മാത്രമേ എല്ലാ രാജ്യങ്ങൾക്കും ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതിന് വിരുദ്ധമായിട്ട് ഇന്ത്യക്കുള്ള ഇപ്പോഴത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് യങ് ആയിട്ടുള്ള വർക്കിംഗ് പോപ്പുലേഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇന്ത്യക്കുള്ള ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മുടെ ഭരണത്തിലുള്ള ആൾക്കാർ അതിനെ ഉപയോഗപ്പെടുത്തുവാൻ അല്ലെങ്കിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കൂടുതൽ മെച്ചപ്പെടുത്തുന്ന രീതിയിൽ വർക്കിംഗ് പോപ്പുലേഷൻ അതായത് യങ് ആയിട്ടുള്ള വർക്കിംഗ് പോപ്പുലേഷനെ നമ്മുടെ രാജ്യത്തിൻ്റെ നയങ്ങളിൽ കൂടിയും മറ്റും അതിനെ കൂടുതൽ പ്രയോജനകരമായിട്ട് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് നഷ്ടം ഉണ്ടാക്കി വെക്കും. ഇപ്പോൾ ഇന്ത്യ അങ്ങനെ വളരെ ഏറ്റവും എന്താണ് പറയുന്നത്, നമുക്ക് ഒരു അഡ്വാൻറ്റേജ് എന്ന് നമ്മൾ പറയുന്ന ഒരു പൊസിഷനിലാണ് ഇന്ത്യ ഇപ്പോൾ നിൽക്കുന്നത്. മറ്റൊരു രാജ്യത്തിന് ഇന്ന് ലോകത്തിൽ ആ ഒരു ഈ പറഞ്ഞ, കാരണം യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയും ജപ്പാനും ഈവൻ ചൈന ഒക്കെ തന്നെ ഈ വലിയ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഈ യങ് പോപ്പുലേഷൻ, അത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ പോപ്പുലേഷൻ്റെ അല്ലെങ്കിൽ ജനസംഖ്യ ഇത്രയും വലുതായതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കിതിനെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്തൊരു 15-20 വർഷം തീർച്ചയായിട്ടും നമുക്ക് വളരെ അധികം സമ്പദ് വ്യവസ്ഥയിൽ വളർച്ച ഉണ്ടാക്കുവാൻ കഴിയുന്ന ഒരു രാജ്യമായിട്ട്, ലോകത്തിലെ ഏറ്റവും നമ്പർ 1 രാജ്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷേ നമ്മുടെ ഭരണാധികാരികൾ, ഭരണത്തിലിരിക്കുന്നവർ അതിനെ എത്രത്തോളം ക്രിയാത്മകമായിട്ട് അവരുടെ നയപരിപാടികളിൽ കൂടി അതിനെ മേക്ക് യൂസ് എന്ന് പറയത്തില്ലേ, മേക്ക് യൂസ് ഓഫ് ദിസ് എന്താണ് ഇതിനെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്നാണ് പറയുന്നത്. ഈ ഡെമോഗ്രാഫിക് ഡിവിഡൻഡിനെ എത്രത്തോളം ഫലപ്രദമായിട്ട്, കാരണം നമ്മളെപ്പോലുള്ള സാധാരണ വ്യക്തികൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഗവൺമെൻറ്റുകൾക്ക് മാത്രമേ, ഭരണത്തിലിരിക്കുന്ന ഗവൺമെൻറ്റുകൾക്ക് മാത്രമേ അത് അവരുടെ നയങ്ങളിൽ കൂടിയും സാമ്പത്തിക നയങ്ങളിൽ കൂടിയൊക്കെ തന്നെ രാജ്യത്തിൻ്റെ മറ്റ് നയങ്ങളിൽ കൂടിയൊക്കെ തന്നെ ഇതിനെ ചാനലൈസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇന്ത്യക്ക് നമുക്കറിയാം ഒത്തിരി അവസരങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. 80കളിലായാലും 70കളിലായാലും ഒക്കെ തന്നെ നമുക്കൊത്തിരി സാമ്പത്തിക വളർച്ച നേടുന്നതിൽ നിന്ന് നമുക്കൊത്തിരി അവസരങ്ങൾ നഷ്ടപ്പെട്ടുള്ള രാജ്യമാണ്. അവസരങ്ങൾ നഷ്ടപ്പെടുകയെന്നാൽ ഓട്ടോമാറ്റിക്കായി അങ്ങ് നഷ്ടപ്പെടില്ല. നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ ഭരണ സംവിധാനങ്ങളിലെയൊക്കെ തന്നെ മോശം പ്രകടനങ്ങൾ കൊണ്ടും ഒക്കെ തന്നെ നമുക്ക് നഷ്ടപ്പെട്ട അവസരങ്ങൾ ഇനി നമുക്ക് തീർച്ചയായിട്ടും അത്തരം അതിനേക്കാളിൽ വളരെ കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ള ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളതിനെ വീണ്ടും അവസരങ്ങളെ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനെ ഒരിക്കലും ഇനിയും ലോകരാജ്യങ്ങളുടെ മുമ്പിലേക്ക് ഒരു സാമ്പത്തിക വളർച്ച ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രാജ്യമായിട്ട് നമുക്ക്, കാരണം നമുക്കറിയാം ലോകത്തിലുള്ള രാജ്യങ്ങളെല്ലാം തന്നെ വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഫോർച്ചുനേറ്റ്ലി. പക്ഷേ അതിനെ നമുക്ക് കൂടുതൽ ഒരു ത്വരിതപ്പെടുത്തേണ്ട ആവശ്യങ്ങളുണ്ട് നമുക്ക്. കാരണം ഒത്തിരി സ്ട്രക്ചറൽ ചേഞ്ചസ് നമുക്ക് ഇപ്പോഴും മാറ്റേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് ചൈനയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അവർക്ക് ആശങ്ക ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വലിയൊരു വിഷയമാണെന്ന് പറഞ്ഞിട്ട്, അതായത് ഈ വർക്കിംഗ് പോപ്പുലേഷൻ്റെ ഏജിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് നമുക്കറിയാം, ആൾക്കാർ കൂടുതൽ പ്രായമാകുന്നതോറും അവരുടെ പ്രൊഡക്ടിവിറ്റി കുറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ എക്കണോമിക് ഔട്ട്പുട്ടിനെ ബാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു രാജ്യത്ത് സമൂഹത്തിൽ അവർ നേരത്തെ ഉണ്ടായിക്കൊണ്ടിരുന്ന പ്രൊഡക്ടിവിറ്റി കുറയുമ്പോൾ അവരുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെ അത് ബാധിക്കും. അപ്പോൾ പഴയ പോലെ അവർക്ക് തീർച്ചയായിട്ടും നമ്മൾ ഈ വളരുന്നൊരു സാമ്പത്തിക ശക്തി അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പം പണ്ട് ചൈന 8%, 9%, 10%, 11% ഒക്കെ വളർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വളർച്ച ഈ ഓൾഡ് ആയിട്ടുള്ളൊരു വർക്കിംഗ് പോപ്പുലേഷനിൽ കൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കത്തില്ല. കാരണം നമുക്കറിയാം ആൾക്കാർ പ്രായമാകുമ്പോൾ തീർച്ചയായിട്ടും പ്രൊഡക്ടിവിറ്റി, നമ്മളിപ്പോൾ യൂത്തായിരിക്കുന്ന അല്ലെങ്കിൽ യങ് ആയിട്ടുള്ളൊരു പോപ്പുലേഷൻ, ഇപ്പോൾ നമ്മൾ യങ് ഏജിൽ നമുക്ക് എത്രത്തോളം വർക്ക് ചെയ്യാൻ കഴിയുന്നു ആ കപ്പാസിറ്റി ഒരിക്കലും നമ്മൾ പ്രായമാകുമ്പോൾ നമുക്ക് നമ്മളുടെ പ്രൊഡക്ടിവിറ്റി കിട്ടത്തില്ല. ഇപ്പോൾ ആര് തന്നെ ആയാലും ശരി, ഏത് വലിയ വ്യക്തിയായാലും ശരി. അപ്പോൾ അത് കമ്പൈൻഡായിട്ട് കളക്റ്റീവായിട്ടുള്ളൊരു സൊസൈറ്റിയിൽ തീർച്ചയായിട്ടും ഒരു രാജ്യത്ത് അതിനെ വലിയ ദോഷകരമായിട്ട് ബാധിക്കുന്ന വലിയൊരു വിഷയമാണ് അതുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വലിയൊരു പ്രശ്നം ചൈന നേരിടുന്നുണ്ട്. അതേസമയം അമേരിക്കയെ സംബന്ധിച്ച്
ഇപ്പോഴും അമേരിക്ക വളരെ എന്താണ് പറയുന്നത് ഈ ഇക്കണോമിക് ഔട്ട്പുട്ടിലൊക്കെ തന്നെ അല്ലെങ്കിൽ അവരുടെ സാമ്പത്തികമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥയിലെ വളർച്ചയിലൊക്കെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ചില പിന്നെ എന്താണ് പറയുക ആ വളർച്ച അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ചൈനയും അമേരിക്കയും തമ്മിലുള്ള ഈ ഒരു ഇക്കണോമിക് പിന്നെ കോമ്പറ്റീഷനിൽ തീർച്ചയായിട്ടും ചൈന ഇപ്പോൾ വളരെ പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ മുന്നിലേക്ക് പോവുകയല്ല, എന്നുവെച്ചാൽ അവർ വിചാരിച്ച പോലെ പ്രതീക്ഷിച്ച പോലെ അമേരിക്കയെ എളുപ്പം മറികടന്ന ലോകത്തിലെ ഒന്നാമത്തെ ഇക്കണോമിക് പവർ ആകുക എന്നുള്ളത് ഇപ്പോഴും ചൈനയ്ക്ക് അതിവിദൂരമായിട്ടുള്ളൊരു എന്താണ് ഒരു ഡിസ്റ്റൻറ്റ് ഡ്രീം എന്നൊക്കെ ഉള്ളതല്ലേ, അതായിട്ട് തന്നെ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചൈനയുടെയും അമേരിക്കയുടെയും രണ്ട് രാജ്യങ്ങളുടെ ടോട്ടൽ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എത്രയാണ് 53 ട്രില്യൺ ഡോളേഴ്സാണ്. അത് ലോക സമ്പദ് വ്യവസ്ഥയുടെ 43% ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ. ഗ്ലോബൽ എക്കോണമിയുടെ 43% ഇക്കണോമിക് ഔട്ട്പുട്ട് ഈ രണ്ട് രാജ്യങ്ങളാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ അതിനെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത് 53 ട്രില്യൺ ഡോളർ എന്ന് വെച്ചാൽ അമേരിക്കയുടെ 32.38 ചൈനയുടെ 20.9 ട്രില്യൺ ഡോളറോടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും 53 ട്രില്യൺ ഡോളേഴ്സിൻ്റെ ഒരു ഫിഗർ നമുക്ക് കിട്ടും. അത് ഗ്ലോബൽ GDPയുടെ 43% വരും. ബാക്കി എത്രയാണ് 57% വരുന്ന GDP 190 പരം വരുന്ന രാജ്യങ്ങളാണ് പിന്നെ ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്രയ്ക്ക് വലിയ ഒരു ബിഗ് ഡിഫറൻസ് ലോകരാജ്യങ്ങൾക്കിടയിലുണ്ട് എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. അന്തരം സാമ്പത്തികമായിട്ട് സമ്പദ് വ്യവസ്ഥയിലുള്ള അന്തരം അത്രയ്ക്ക് വളരെ വലുതാണ് എന്നുള്ളതാണ് നമുക്കിവിടെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ലോകത്തിലെ ടോപ്പ് 10 എക്കോണമീസ് അമേരിക്ക, ചൈന, ജർമ്മനി, ജപ്പാൻ, ഇന്ത്യ, ഫ്രാൻസ്, UK പിന്നെ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ, പിന്നെ ടർക്കി, ഇറ്റലി, സ്പെയിൻ ഇങ്ങനെയൊക്കെ വരുന്ന രാജ്യങ്ങൾ, ആ ടോപ്പ് 10 രാജ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ടോപ്പ് എക്കോണമീസ് എല്ലാം കൂടെ ലോകത്തിൻ്റെ 67% GDP കൺട്രോൾ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ടോപ്പ് 10 കൺട്രീസ് എന്നുവെച്ചാൽ ലോകത്തിൽ നമുക്ക് എനിക്ക് എക്സാക്റ്റായിട്ട് നമ്പർ ആയിട്ടില്ല, എന്നാലും UN ഏകദേശം 190 പരം രാജ്യങ്ങളുണ്ടാകും. ഏകദേശം 200 രാജ്യങ്ങൾ വലുത് മുതൽ അമേരിക്ക മുതൽ താഴോട്ടുള്ള രാജ്യങ്ങളെല്ലാം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ 190 പരം 200 രാജ്യങ്ങളുണ്ട്. ഇതിനകത്തിൽ നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ 190 നമുക്ക് ജസ്റ്റ് അസ്യൂം ചെയ്യാം. ഈ 190 10 രാജ്യങ്ങളാണ് ഈ 67% ടോട്ടൽ GDP കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നത്. എന്നുവെച്ചാൽ അവരുടെ ഷെയറാണ് 67%. ബാക്കി 180 പരം രാജ്യങ്ങൾ 33% എന്ന് പറഞ്ഞാൽ ഇത്രയും ഈ 10 രാജ്യങ്ങളാണ് ടോപ്പ് 10 രാജ്യങ്ങളാണ് 67% GDP കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കി 33% ഈ പറഞ്ഞ 180 രാജ്യങ്ങളാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ആ ഒരു വലിയ അന്തരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ യൂറോസോൺ എന്ന് വെച്ചാൽ നമ്മൾ യൂറോപ്യൻ യൂണിയൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 20 രാജ്യങ്ങൾ കോമൺ കറൻസി ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ യൂറോപ്യൻ അതായത് UK അല്ല, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, സ്പെയിൻ, പിന്നെ നെതർലൻഡ്സ്, പോർച്ചുഗൽ ഇതുപോലുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങൾ. ഇപ്പം യൂറോപ്പിലെ നമ്മൾ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള രാജ്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജർമ്മനിയാണ്, ഫ്രാൻസ്, ഇറ്റലി, സ്പെയിന്. അത് യൂറോസോണിലുള്ള യൂറോപ്യൻ യൂണിയനിലുള്ളത്. കാരണം UK യൂറോപ്യൻ യൂണിയനിലല്ലോ, അവർ അതിനകത്ത് നിന്ന് സെപ്പറേറ്റായിട്ട് നിൽക്കുന്ന രാജ്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ യൂറോസോണിലെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 340 മില്യൺ പോപ്പുലേഷൻ അവിടെ ഉണ്ട്. അമേരിക്കയിലെ 335 മില്യൺ ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ ഈ 20 രാജ്യങ്ങളിലെ പോപ്പുലേഷൻ 340, അമേരിക്കയിൽ 335, ഏകദേശം ഒരു 5 മില്യൺ ആൾക്കാരുടെ വ്യത്യാസം. അമേരിക്കയിലാണ് പോപ്പുലേഷൻ കുറവ്. ഈ പറഞ്ഞ യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 20 രാജ്യങ്ങളിലെ പോപ്പുലേഷൻ കൂടുതലും. പക്ഷേ എന്നാൽ തന്നെ കഴിഞ്ഞ 2 ദശാബ്ദക്കാലമായിട്ട് ഏറ്റവും കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉള്ള ഒരു രാജ്യമായിട്ട് അമേരിക്ക പിന്നെ മുൻപന്തിയിലാണ്. കാരണം ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം GDP എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ വളരെ മീഗറാണ്. പക്ഷേ പോപ്പുലേഷൻ എടുത്ത് നോക്കുമ്പോൾ 340 മില്യൺ ആൾക്കാർ യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ യൂറോസോണിലും 335 മില്യൺ ആൾക്കാർ പിന്നെ അമേരിക്കയിലുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് തീർച്ചയായിട്ടും ഈ പ്രൊഡക്ടിവിറ്റി ഗ്യാപ്പ് വളരെ കൂടുതലാണ് അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ തമ്മിലുള്ളത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒത്തിരി ഈ വേൾഡ് ഇക്കോണമിയെ സംബന്ധിച്ച് എന്താണ് പറയുന്നത്, നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഈ ഫാക്ട്സ് ഈ പറഞ്ഞ IMFൻ്റെ ഈ സ്റ്റഡിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് പ്രധാനമായിട്ടും ഈ US ചൈന
പിന്നെ ആ ഒരു ഇക്കണോമിക് കോമ്പറ്റീഷനെ കുറിച്ചാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും നമ്മൾ സ്ട്രെസ് ചെയ്യുന്നത്. കാരണം ചൈനയ്ക്ക് ഈ സമീപ ഭാവിയിലൊന്നും അമേരിക്കയെ മറികടക്കാൻ സാധിക്കത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് നമ്മളിവിടെ പങ്കുവെക്കുന്നത്. അത് ഫാക്ട്സ് ബേസ്ഡാണ്, ചില ഡേറ്റ ബേസ്ഡാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ചൈനയുടെ ആ ഒരു ലോങ് ടൈം മിഷൻ ഇനിയും നേടിയെടുക്കാൻ അവർക്ക് സാധിക്കുമോ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അമേരിക്ക കാലാകാലങ്ങളിൽ ഇതുപോലുള്ള രാജ്യങ്ങളുടെ എല്ലാം മുകളിൽ വളരെ ശക്തമായിട്ടുള്ള എന്താ പറയുന്നത് സമ്മർദ്ദങ്ങൾ, പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ, ഇക്കണോമിക് വാർഫെയർ, ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ളത്, മറ്റ് പല രീതിയിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ പ്രയോഗിച്ച് നമുക്കറിയാം ഇപ്പോൾ 80s തന്നെ ജപ്പാൻ വളരെ ശക്തമായിട്ടുള്ളത്. ഇന്നിപ്പോൾ നമ്മൾ ചൈനയെ പറയുന്ന പോലെ തന്നെ 70കളിലും അത് കഴിഞ്ഞ് 80കളിലൊക്കെ തന്നെ വളരെ ശക്തമായിട്ടുള്ള ഒരു സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നു വന്ന ഒരു കാഴ്ച നമുക്കറിയാം. അപ്പം ജപ്പാനെതിരെയും ഇതേ സമ്മർദ്ദ തന്ത്രങ്ങൾ പ്രയോഗിച്ചാണ് ജപ്പാനെ സാമ്പത്തികമായിട്ട് അവർ കീഴടക്കിയതും ജപ്പാനെ അവർ ഒരു എന്താ പറയുന്നത് വളർച്ചയില്ലാത്തൊരു രാജ്യമാക്കിയിട്ട് ഒരു സ്റ്റാഗ്നൻ്റ് എക്കോണമിയായിട്ട് അവർ ഇപ്പോഴും അത് തുടർന്നുകൊണ്ട് പോകുന്നു. അതിന് നമ്മളെ ഈ പ്ലാസ അക്കോർഡ് എന്നൊക്കെ പറഞ്ഞിരുന്നുണ്ട്. അത് അമേരിക്കയിലെ ക്രൗൺ പ്ലാസ ഹോട്ടലിൽ വെച്ച് G7 രാജ്യങ്ങളിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൻ്റെ ക്രൂഷ്യലായിട്ടുള്ള മീറ്റിംഗ്, അതായത് വർഷം ഞാൻ ഓർക്കുന്നില്ല, 90കളിലായിരിക്കാം. അപ്പോൾ 90കളിലെ ആ ഒരു മീറ്റിങ്ങുകളുടെ പിന്നെ എടുത്ത ഒരു പ്രധാനപ്പെട്ട തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് വളർന്നു വന്ന ജപ്പാൻ്റെ പിന്നീടുള്ള ഈ ദുരവസ്ഥ നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്ലാസ അക്കോർഡ് പോലുള്ള തന്ത്രങ്ങൾ ചൈനയ്ക്കെതിരെ അമേരിക്ക പ്രയോഗിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതെല്ലാം പരാജയപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് നമുക്കിപ്പോൾ കാണുവാൻ, ഇപ്പോൾ കോവിഡിന് ശേഷം, കോവിഡ് മുതൽ ഇങ്ങോട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, പിന്നെ ഈ പറഞ്ഞ ടാരിഫ് വാർ, പിന്നിപ്പോൾ ഈ ഇറാനുമായിട്ടുള്ള യുദ്ധം, അപ്പം എനർജി പിന്നെ ഡിസ്റപ്ഷൻസ്. ഇനി ഒരുപക്ഷെ സമീപ ഭാവിയിൽ ചൈനയുടെ പിന്നെ ഈ പറഞ്ഞ ചൈനയ്ക്ക് നേരിട്ട് ബാധിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും വാർ തിയേറ്റേഴ്സ് അമേരിക്ക ജപ്പാനെ ഉപയോഗിച്ചോ അല്ലെങ്കിൽ തായ്വാനെയൊക്കെ ഉപയോഗിച്ചോ ഓപ്പൺ ചെയ്യുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ അതിനുള്ള സാധ്യത നമുക്കൊട്ട് തലക്കലാൻ പറ്റില്ല. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇന്ത്യയുടെ ഒരു സാമ്പത്തിക സ്ഥിതി നമുക്കറിയാം. വളരെ അടുത്ത സമയത്ത് നമ്മൾ ജപ്പാനെ ഓവർകം ചെയ്ത് 4ാമത്തെ പൊസിഷനിലായി എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളൊക്കെ നമ്മൾ വായിച്ചാണ്. പക്ഷേ ഈ അടുത്ത സമയത്ത് തന്നെ ഇന്ത്യ വീണ്ടും 6ാമത്തെ പൊസിഷനിലേക്ക് പിന്നെ മാറി സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിൽ നിന്നുള്ളത് ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള IMFൻ്റെ തന്നെ നമുക്ക് റിപ്പോർട്ടിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അതിനെ ചില ജസ്റ്റിഫിക്കേഷൻ കൊണ്ടൊക്കെ തന്നെ ഇന്ത്യക്ക് പിന്നെ വളർച്ച നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഇത് എന്താണ് പറയുന്നത്, ഈ പറഞ്ഞ മറ്റ് ചില സ്ട്രക്ചറൽ ഈ പിന്നെ ഈ നമ്മുടെ ഈ റുപ്പി ടേംസിൽ ഇന്ത്യയുടെ എക്കോണമിക്കൊന്നും പറ്റില്ല. പക്ഷേ ഡോളർ ടേംസിലാണ് നമുക്ക് ചില കുറവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള ചില ജസ്റ്റിഫിക്കേഷനൊക്കെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ തന്നെ നമുക്ക് നമ്മളുടെ ഈ 4th പൊസിഷനിൽ നമുക്ക് 6th പൊസിഷനിലേക്ക് ഇന്ത്യൻ എക്കോണമി ഇപ്പോൾ പിന്നെ താഴേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നത്, ഇന്ന് നമുക്ക് ഒരു ബൈപ്പോളാർ വേൾഡ് എക്കോണമിയിലേക്കാണ് നമ്മൾ ഇപ്പോൾ നിലനിൽക്കുന്നത്. ഒരു ഭാഗത്ത് അമേരിക്കയുടെ ലീഡർഷിപ്പിലും ഒരു ഭാഗത്ത് ചൈനയുടെ ലീഡർഷിപ്പിലുള്ള ഒരു 2 പില്ലേഴ്സ്. അപ്പോൾ ഈ 2 പില്ലേഴ്സിലേക്ക് ലോകരാജ്യങ്ങൾ ഏതിലേക്ക് ഗ്രാവിറ്റേറ്റ് ചെയ്യും എന്നുള്ളൊരു വിഷയമുണ്ട്. കാരണം അതുകൊണ്ടാണല്ലോ അമേരിക്ക പല രാജ്യങ്ങളെയും ഭീഷണിപ്പെടുത്തുന്നതും. ചൈനയുടെ പ്രത്യക്ഷമായിട്ടുള്ള ഭീഷണികളും സമ്മർദ്ദങ്ങളും നമ്മൾ കാണുന്നില്ലെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും അവർ ഉപയോഗിക്കുന്ന ചില ടൂൾസ് ഉണ്ട്. ഇപ്പം ഇല്ല നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ അമേരിക്ക നമുക്ക് പ്രത്യക്ഷമായിട്ട് നമ്മളെപ്പോലുള്ള രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ടാരിഫ് വാറിൽ ഏർപ്പെടുകയും അല്ലെങ്കിൽ നേരിട്ടുള്ള യുദ്ധങ്ങൾ ചെയ്യുകയൊക്കെ തന്നെ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദങ്ങളും തന്ത്രങ്ങളും ഒക്കെ തന്നെ വിസിബിളാണ്. പക്ഷേ ചൈനയുടെ ഭാഗത്തു നിന്നുള്ള ഇതുപോലുള്ള അവർ മറ്റു രാജ്യങ്ങളെ ഏത് രീതിയിലാണ് കോൺകർ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ ഓർബിറ്റിലേക്ക് കൊണ്ടുവരുന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു പിന്നെ പിക്ചർ, ഒരു വിസിബിളായിട്ടുള്ളൊരു പിക്ചർ നമ്മുടെ മുമ്പില്ല. പക്ഷേ ലോകം ഇപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഒരു ബൈപ്പോളാർ സിസ്റ്റത്തിന് നടുവിലാണ്. എന്ന് വെച്ചാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ്. കാരണം അമേരിക്കൻ സൈഡിലേക്ക് പോകണോ ചൈനീസ് സൈഡിലേക്ക് പോകണോ എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള എന്താണ് പറയുന്നത്, ചില രാജ്യങ്ങൾ അമേരിക്കൻ ക്യാമ്പിലുണ്ട്, ചില രാജ്യങ്ങൾ പൂർണ്ണമായിട്ടും ചൈനീസ് ക്യാമ്പിലുള്ളതാണ്. ചില രാജ്യങ്ങൾ ഇരുവശത്തും ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഇരുവശത്തും പിന്നെ അല്ലെങ്കിൽ എന്താണ് പറയുന്നത് ഒരു മിഡിൽ പാത്ത് സ്വീകരിക്കുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ. മറ്റു പല രാജ്യങ്ങൾ ഏറെക്കുറെ എല്ലാ രാജ്യങ്ങളും ഇപ്പം നമ്മൾ പല രാജ്യങ്ങളെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അമേരിക്കയായിട്ട് നല്ല ബന്ധമുണ്ട്, ചൈനയായിട്ട് നല്ല ബന്ധമുണ്ട്. പിന്നെ ഇപ്പോൾ പാകിസ്ഥാൻ നോക്കിക്കഴിഞ്ഞാൽ ചൈനയുടെ ക്യാമ്പിലുണ്ട്, അമേരിക്കൻ ക്യാമ്പിലുണ്ട്. പിന്നെ സൗദി അറേബ്യ അല്ലെങ്കിൽ UAE നോക്കിക്കഴിഞ്ഞാൽ ചൈനയായിട്ട് നല്ല ബന്ധങ്ങളാണ്, അമേരിക്കയായിട്ട് നല്ല ബന്ധങ്ങളാണ്. ഇപ്പോൾ ഇന്ത്യ ചൈനയായിട്ട് സമ്പത്ത് മേഖലയിൽ പ്രത്യേകിച്ച് ട്രേഡിൽ നമ്മൾ ചൈനയായിട്ട് ഭയങ്കരമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. അറ്റ് ദ സെയിം ടൈം അമേരിക്കയായിട്ട് നമ്മൾ ഈ പറഞ്ഞ
ഈ ട്രേഡിലും അല്ലെങ്കിൽ മറ്റ് മേഖലകളിലൊക്കെ തന്നെ. അപ്പോൾ ഈ ഒട്ടുമിക്ക രാജ്യങ്ങളൊക്കെ തന്നെ ഈ രണ്ട് ബൈപ്പോളാർ സിസ്റ്റത്തിൻ്റെ നടുവിലൂടെ സഞ്ചരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നുവെച്ചാൽ പൂർണ്ണമായിട്ടും ചൈനീസ് ക്യാമ്പിലോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അമേരിക്കൻ ക്യാമ്പിലേക്കോ ഗ്രാവിറ്റേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചായുന്ന രാജ്യങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. അപ്പം അമേരിക്കയുടെ ട്രേഡ് പോളിസി ഉണ്ട്, ചൈനയുടെ ട്രേഡ് പോളിസി ഉണ്ട്, അതുപോലെ തന്നെ ടെക്നോളജി സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ സിസ്റ്റം ആർക്കിടെക്ചർ. എന്നുവെച്ചാൽ അമേരിക്ക നേതൃത്വം കൊടുക്കുന്ന ഈ പറഞ്ഞ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ആർക്കിടെക്ചർ, അതുപോലെ തന്നെ കറൻസി റിസർവ്. ചില രാജ്യങ്ങൾ ഇപ്പോഴും ഏറെക്കുറെ എല്ലാ രാജ്യങ്ങളും ഡോളറാണ് അവരുടെ കറൻസിയായിട്ട് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ട്രേഡ് നടത്തുന്നത്. ചില രാജ്യങ്ങൾ യുവാൻ ബേസ്ഡ് ആണ്. അതുപോലെ തന്നെ ചില ജിയോ പൊളിറ്റിക്കൽ അലയൻസൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ബ്രിക്സ് അല്ലെങ്കിൽ ഷാങ്ഹായ് സെക്യൂരിറ്റി ഓർഗനൈസേഷൻ, ഇപ്പുറത്തെ നേറ്റോ അല്ലെങ്കിൽ അമേരിക്കൻ ലീഡർഷിപ്പിലുള്ള ഈ ഗ്ലോബൽ സ്ട്രാറ്റജിക്കായിട്ടുള്ള അല്ലെങ്കിൽ ഇക്കണോമിക്കായിട്ടുള്ള അലയൻസുകളൊക്കെ തന്നെ ഉണ്ട്. അപ്പം ഈ രണ്ട് രാജ്യങ്ങളുടെ എന്താ പറയുന്നത്, രണ്ട് രാജ്യങ്ങൾ ഇതിനുവേണ്ടി കോമ്പീറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഈ ഫിനാൻഷ്യൽ സിസ്റ്റം ആർക്കിടെക്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്കറിയാം അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സ്വിഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിൽ കൂടെയാണ് ഒട്ടുമിക്ക ഗ്ലോബൽ ട്രേഡും നടന്നു പോകുന്നത്. അപ്പോൾ അമേരിക്ക അത് വെച്ചിട്ടാണ് മറ്റു രാജ്യങ്ങളുടെ മുകളിൽ സാങ്ഷൻസ് ഏർപ്പെടുത്തുന്നതും അല്ലെങ്കിൽ അവർ ഇക്കണോമിക്കായിട്ടുള്ള പ്രഷേഴ്സൊക്കെ തന്നെ അവർ ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ചൈന, റഷ്യ അല്ലെങ്കിൽ ഇറാൻ, ഈവൻ ഇന്ത്യയൊക്കെ തന്നെ തീർച്ചയായിട്ടും, ഇന്ത്യ പൂർണ്ണമായിട്ടില്ല എന്നാലും ഇന്ത്യ റഷ്യയുമായിട്ടും ചൈനയുമായിട്ടും ഇറാനുമായിട്ടും ഒക്കെ തന്നെയുള്ള ബൈലാറ്ററൽ ട്രേഡിലൊക്കെ തന്നെ, കാരണം ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ അമേരിക്കൻ സാങ്ഷൻസിൻ്റെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ അമേരിക്കൻ സാങ്ഷൻസ് നേരിടുന്ന രാജ്യങ്ങളായതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് ഗ്ലോബൽ എക്കോണമിയുടെ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു ആർക്കിടെക്ചറായിട്ടുള്ള സ്വിഫ്റ്റ് അതുപോലുള്ള മെക്കാനിസത്തിൽ കൂടി അവർക്ക് ട്രേഡ് നടത്താനും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും നടത്താൻ സാധിക്കത്തില്ല. അപ്പോൾ അതിന് ഓൾട്ടർനേറ്റീവ് സിസ്റ്റം ഒക്കെ ചൈന ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നുണ്ട്. പക്ഷേ അത് ഗ്ലോബലി അക്സെപ്റ്റബിളായിട്ടുള്ളൊരു സിസ്റ്റമായിട്ട് മാറിയിട്ടില്ല. പക്ഷേ ചൈനയുടെ അടുത്ത് നിൽക്കുന്ന പല രാജ്യങ്ങളും യുവാനിൽ ട്രേഡ് നടത്തുകയും അല്ലെങ്കിൽ യുവാനെ അവരുടെ റിസർവ് കറൻസി ആയിട്ടൊക്കെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. പക്ഷേ ഇത് അൾട്ടിമേറ്റ്ലി എന്ന് പറഞ്ഞാൽ ലോങ് ടേമിൽ ഇത് ഏത് രാജ്യവും തീർച്ചയായിട്ടും സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. പക്ഷേ തീർച്ചയായിട്ടും ഈ ഒരു ഇക്കണോമിക് വാർഫെയർ അല്ലെങ്കിൽ ഇക്കണോമിക് കോമ്പറ്റീഷൻ ഇരു രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്നുണ്ട്. ഈ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ഉണ്ട് തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ലോകരാജ്യങ്ങളൊക്കെ തന്നെ ഈ പറഞ്ഞ ഏത് അമേരിക്കൻ ഇക്കണോമിക് ക്യാമ്പിലേക്ക് പോകണോ അല്ലെങ്കിൽ ചൈനയുടെ ഇക്കണോമിക് ക്യാമ്പിലേക്ക് പോകണോ എന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിലും അവരും ഈ പറഞ്ഞ കോമ്പറ്റേറ്റീവായിട്ട് ഉള്ള പോളിസീസ് അല്ലെങ്കിൽ അവരുടെ എന്താണ് പറയുന്നത് ഈ പറഞ്ഞ രാജ്യങ്ങളുമായിട്ടുള്ള ബൈലാറ്ററൽ റിലേഷൻസ് വരുമ്പോൾ അതിനകത്തിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ ഡോളറൈസേഷനെ കുറിച്ചൊക്കെ നമ്മൾ വളരെ വ്യാപകമായി കേൾക്കുന്ന ഒരു കാര്യമാണ്. അത് പൂർണ്ണമായിട്ടും സക്സസ്ഫുൾ ആകുന്ന ഒരു കാഴ്ച നമുക്കിതുവരെ കാണാൻ സാധിക്കത്തില്ല. എന്നാലും തീർച്ചയായിട്ടും ഇപ്പോഴും ഒരു ഗ്ലോബൽ കറൻസിയായിട്ട് തന്നെ അമേരിക്കയുടെ US ഡോളർ നിലനിൽക്കുന്നുണ്ട്. 50% മുകളിലായിട്ട് ഇപ്പോഴും ലോകത്തിൻ്റെ ട്രേഡുകളൊക്കെ തന്നെ US ഡോളറിലാണ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചൈനീസ് യുവാൻ ഇപ്പുറത്ത് ഇതിൻ്റെ ഒരു കോമ്പറ്റീറ്ററായിട്ട് നിൽക്കുന്നുണ്ട്. നാമമാത്രമായിട്ടുള്ള രാജ്യങ്ങളൊക്കെ തന്നെ, എന്നുവെച്ചാൽ അമേരിക്കൻ സാങ്ഷൻസ് നേരിടുന്ന ചില രാജ്യങ്ങൾ ഒക്കെ തന്നെ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യക്കെതിരെ അമേരിക്കൻ സാങ്ഷൻ ഇല്ല, പക്ഷേ ഇന്ത്യക്ക് സാങ്ഷനുള്ള രാജ്യമായിട്ട് ട്രേഡ് നടത്തണമെങ്കിൽ ഇപ്പം ഇറാൻ അല്ലെങ്കിൽ ഈവൻ റഷ്യ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യം അമേരിക്കൻ സാങ്ഷൻ നേരിടുന്ന രാജ്യമായിട്ട് നമുക്ക് ട്രേഡ് നടത്തണമെങ്കിൽ നമുക്ക് US ഡോളറിൽ പറ്റത്തില്ല. അപ്പോൾ ഒന്നുകിൽ നമ്മൾ ഈ പറഞ്ഞ ബൈലാറ്ററലായിട്ടുള്ള കറൻസികൾ ഈ രാജ്യത്തിൻ്റെ ഈ ഇറാൻ്റെ കറൻസിയിലോ അല്ലെങ്കിൽ ഇന്ത്യൻ കറൻസിയിലോ അല്ലെങ്കിൽ യുവാനിലോ ഒക്കെ തന്നെ നമുക്ക് ട്രേഡ് നടത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ US ഡോളർ ഒരു സൈഡിലും ചൈനീസ് യുവാൻ മറ്റൊരു സൈഡിലും ഈ ഒരു കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ബൈപ്പോളർ ഇക്കണോമിക് വേൾഡിലാണ് ഇപ്പോൾ ഈ ലോകം നിലനിൽക്കുന്നത്. അത് ലോങ് ടേമിൽ ചൈന ജയിക്കുമോ US ജയിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. തൽക്കാലം ഇത്തരം പറയാനുള്ള ടോപ്പിക്കോട് അവസാനിപ്പിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് ഹാവ് എ വണ്ടർഫുൾ election day.